ഏറ്റവും കൂടുതൽ താമരയെ നെഞ്ചേറ്റുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യയുടെ അതിർത്തി കടന്ന് നെതർലാൻഡ്സിൽ ചെന്നപ്പോൾ അവിടെയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് താമര. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള പങ്കാളിത്തത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന ഉപമയാണ് താമരയും ടുലിപ്പും തമ്മിലുള്ള ബന്ധം. പങ്കാളിത്തത്തിന്റെ അടിത്തറ ടുലിപ്പ് പുഷ്പവും താമരയും പോലെയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യൂറോപ്പ് സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലാൻഡ്സിലെത്തിയ നരേന്ദ്രമോദി ഹേഗിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലൊരു ഉപമ പറഞ്ഞത്. നെതർലാൻഡ്സിലെ ടുലിപ്പും ഇന്ത്യയുടെ താമരയുടെ പെരുമ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വേരുകൾ വെള്ളത്തിലായാലും മണ്ണിലായാലും ശരിയായ പോഷണം ലഭിച്ചാൽ അവ പുഷ്പിക്കുമെന്ന് അവ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ അടിത്തറയും അതാണ്. ആഗോളതലത്തിലെ വെല്ലുവിളിക്ക് നടുവിലും ഭാവിക്ക് അനുയോജ്യമായ വിതരണ ശൃംഖലകൾ സ്ഥാപിക്കാൻ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഊർജ്ജ സുരക്ഷ മുതൽ ജലസുരക്ഷ വരെയുള്ള മേഖലകളിൽ നാം സഹകരിക്കുന്നു. നെതർലാൻഡ്സിലെ ഇന്ത്യൻ സമൂഹം രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഊർജ്ജസ്വലമായ പാലമായി പ്രവർത്തിക്കുന്നു. ലോകത്തിലെ മൂന്നാമത് വലിയ സ്റ്റാർട്ടപ്പ് സജ്ജീകരണമുള്ളത് ഇന്ത്യയിലാണെന്നും മോദി അഭിമാനത്തോടെ പറഞ്ഞു. ആംസ്റ്റർഡാമിൽ ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണത്തിനിടെ കഥക്, ഒഡീസി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഗർബ തുടങ്ങിയവ അവതരിപ്പിച്ചു. സ്വീഡൻ, നോർവേ, ഇറ്റലി രാജ്യങ്ങളും മോദി സന്ദർശിക്കും. നോർവേയിൽ എത്തുന്ന മോദി മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നെതർലാൻഡ്സ് ഭരണാധികാരി വില്യം അലക്സാണ്ടർ രാജാവുമായും പത്നി മാക്സിമ രാജ്ഞിയുമായും മോദി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ, ടെക്നോളജി, സെമി കണ്ടക്ടറുകൾ, ജലം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതും ചർച്ച ചെയ്തു. മോദിയുടെ രണ്ടാമത്തെ നെതർലാൻഡ്സ് സന്ദർശനമാണിത്. അതിനിടെ ഇന്ത്യയിലെ സെമി കണ്ടക്ടർ നിർമ്മാണത്തെ പിന്തുണയ്ക്കുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് നെതർലാൻഡ്സിന്റെ ASML-മായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. മോദിയുടെയും നെതർലാൻഡ്സ് പ്രധാനമന്ത്രി റോബ് ജെറ്റന്റെയും നേതൃത്വത്തിലാണ് ഒപ്പുവെച്ചത്. 11ാം നൂറ്റാണ്ടിലെ ആനൈമംഗലം ചേപ്പേടുകൾ നെതർലാൻഡ്സ് ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നതും ഈ അവസരത്തിലാണ്. ലൈഡൻ പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന ഇവ ചോള രാജവംശത്തിന്റെ ഭരണകാലത്തെ ചരിത്രരേഖകളിൽ ഒന്നാണ്. 21 ഫലകങ്ങളുള്ള ഈ ചേപ്പേടുകൾക്ക് 30 കിലോയോളം ഭാരമുണ്ട്. രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ രാജമുദ്രയുള്ള വെങ്കല വളയത്താൽ ഇവ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. 1700-ൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാഗപട്ടണത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത കാലത്ത് മിഷണറിയായ ഫ്ലോറൻഷ്യൻസ് ക്യാമ്പറാണ് ചേപ്പേടുകൾ ശേഖരിച്ചത്. 1862-ൽ പ്രൊഫസർ ഹെൻറിക്സ് ആരണ്ട് ഹമാക്കറിലൂടെ ലൈഡൻ സർവകലാശാലയിൽ എത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.